ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു പൊതു ശത്രു എന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ഐക്യമുണ്ടാകുമെന്നും ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാരിന് അനുകൂലമാകുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശിൻ്റെ നമ്പർ 1 ശത്രു ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. അതിന് മറ്റ് ചില കാരണങ്ങളൂടെയുണ്ട്. ഷേഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ മുൻ പ്രധാനമന്ത്രി രാജ്യം വിട്ടോടിയപ്പോൾ അഭയം കൊടുത്തത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ എന്തിനാണ് അങ്ങനെ അഭയം കൊടുത്തത്? മാത്രമല്ല, എല്ലാ കാലത്തും ഇന്ത്യക്ക് വേണ്ടി ഒരു പാവ സർക്കാരായി ഭരിച്ചിരുന്നതാണ് ഷേഖ് ഹസീന എന്നൊക്കെ ഒരു പ്രചരണം നടത്താൻ ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ ഈ യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഇന്ത്യ വിരുദ്ധരായ ആളുകളെല്ലാം തന്നെ ഒന്നിച്ചു കൂടുകയും ഇന്ത്യയെ ഒരു പൊതു ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സിലിഗുരി കോറിഡോർ, അതായത് ചിക്കൻ നെക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ഭാഗം കൈയടക്കാമെന്നും അത് ചൈനയ്ക്ക് കൊടുക്കാം, അമേരിക്കയ്ക്ക് കൊടുക്കാമെന്നൊക്കെ ബംഗ്ലാദേശ് പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇന്ത്യയുമായിട്ടൊരു വലിയ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ താൽക്കാലിക ഭരണകൂടം തയ്യാറാണ്. ഇപ്പോൾ ഇതൊക്കെ പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, 1-ാം നമ്പർ ശത്രു ഇന്ത്യ ആണെങ്കിൽ 2-ാം നമ്പർ ശത്രു ആരാ? ആ തലത്തിലേക്ക് ഇപ്പോൾ ഇസ്രയേലിനെയാണ് ബംഗ്ലാദേശ് കണക്ക് കൂട്ടുന്നത്. അതായത് ഇസ്രയേലുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനായിട്ട് ബംഗ്ലാദേശ് അല്ലെങ്കിൽ യൂനിസ് സർക്കാർ തീരുമാനിച്ചു. നിലവിൽ ഇസ്രയേലും അതുപോലെ തന്നെ ഈ ഇറാനുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഹമാസുമൊക്കെ ആയിട്ടുള്ള പ്രശ്നം നടക്കുന്നു. അപ്പോൾ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് ധാക്കയിൽ വലിയൊരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഏതാണ്ട് 100,000-ഓളം പേരാണ് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അതിനുള്ളിൽ തന്നെ വെച്ച് നരേന്ദ്രമോദിയുടെ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ, ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ ഫോട്ടോകൾ, ചിത്രങ്ങളൊക്കെ തല്ലി തകർക്കുന്നു, തീയിടുന്നു, ഒരു വലിയ കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ നിലപാട് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പമാണെന്നും ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികൾക്കൊപ്പമാണെന്നുമുള്ള കൃത്യമായ സന്ദേശം നൽകുന്നു. അപ്പോൾ അവരുടെ ശത്രു രാജ്യമായിട്ട് ഇസ്രയേൽ മാറുന്നു. ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഇസ്രയേലിലേക്ക് പോകാൻ ഇനി ബംഗ്ലാദേശിലെ പൗരന്മാർക്ക് അനുമതിയില്ല. അതായത് പുതുതായിട്ട് ബംഗ്ലാദേശ് ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ടുകളിലൊക്കെ തന്നെ ബംഗ്ലാദേശ് ഒഴികെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അനുമതിയാണ് ഉള്ളത്. ഇത് കൃത്യമായിട്ട് പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എക്സെപ്റ്റ് ഇസ്രയേൽ എന്ന്. അപ്പോൾ ഇസ്രയേലിലേക്ക് ബംഗ്ലാദേശിലെ പൗരന്മാർ ഒരു കാരണവശാലും പോകാൻ പാടില്ല. ആ ജൂതരാജ്യം നമ്മുടെ ശത്രുക്കളാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. ഓൾറെഡി ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ നല്ല ബന്ധമാണ്. നമുക്കറിയാം, നേരത്തെ ഈ കാർഗിൽ യുദ്ധസമയത്ത് പാക് പട്ടാളം അല്ലെങ്കിൽ തീവ്രവാദികളൊക്കെ മലയുടെ മുകളിൽ നിന്ന് ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഇവരെ കണ്ടുപിടിക്കാനും തുരത്താനുമൊക്കെ ഇസ്രയേലാണ് നമുക്ക് റഡാർ സംവിധാനങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളും ഒക്കെ ചെയ്തു തന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ്. ഇനി ഈ ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സംഘടനകളുമായിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇറാനിലേക്കും ആക്രമണം വ്യതിചലിച്ചു പോകുന്നുണ്ടായിരുന്നു. അന്ന് ജോ ബൈഡൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻറ്റ് ഇസ്രയേലിന് നൽകിയിരുന്ന ആയുധങ്ങളുടെ ആ സപ്ലൈ അത് പെട്ടെന്ന് നിർത്തിവെച്ചു. ഇപ്പോൾ ആയുധങ്ങൾ കൊടുക്കണ്ട. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ആയുധങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് ഇസ്രയേൽ ചെന്നപ്പോൾ അവിടെ സഹായവുമായി വന്നത് ഇന്ത്യയാണ്. ഇന്ത്യൻ ഷിപ്പുകളിൽ കൃത്യമായിട്ട് ആയുധങ്ങൾ എത്തിച്ച് ഇസ്രയേലിന് നൽകിയിരുന്നു. പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞു, യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ച രാജ്യം ഇന്ത്യയാണെന്ന്. അപ്പോൾ ഇന്ത്യ ഇസ്രയേലും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. ഇതുകൊണ്ട് കൂടിയാണ് ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇന്ത്യയെ കാണുമ്പോൾ തൊട്ടടുത്ത 2-ാം നമ്പർ ശത്രുവായിട്ട് ഇസ്രയേലിനെ കാണുന്നത്. അപ്പോൾ ജൂതരാജ്യത്തേക്ക് ഇനി ബംഗ്ലാദേശി പൗരന്മാർ പോകണ്ട എന്നുള്ള നിലപാടാണ് ഈ യൂനിസ് ഭരണകൂടം എടുക്കുന്നത്. അപ്പോൾ യൂനിസ് ഭരണകൂടം ഇങ്ങനെ ശത്രുക്കളെ സൃഷ്ടിച്ചു വരുമ്പോൾ ട്രംപ് ഭരണകൂടത്തിന് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് ട്രംപിൻ്റെ അമേരിക്കയും ഇസ്രയേലും തമ്മിലാണ് വലിയ സൗഹൃദവും യുദ്ധത്തിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പം ബംഗ്ലാദേശ് ഇങ്ങനൊരു നിലപാടെടുത്തതിനെ ട്രംപ് പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഒന്നാമത് ട്രംപിന് ഈ യൂനിസ് സർക്കാരിനെ കണ്ടുകൂടാ. കാരണം ജോ ബൈഡൻ ഭരണകൂടമാണ് ഈ യൂനിസ് സർക്കാരിനെ ബംഗ്ലാദേശിൽ അവരോധിച്ചത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് ഇന്നല്ലെങ്കിൽ നാളെ നല്ല പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനും ഇപ്പം നരേന്ദ്രമോദിക്കും ഇഷ്ടമില്ലാത്ത ഒരു രാജ്യമെന്ന നിലയിലേക്ക് ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ കുതന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്, 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇവിടേക്ക് പോകുന്ന സിലിഗുരി ഇടനാഴി, അവിടെ ഏതാണ്ട് 22 കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത്. ഈ പ്രദേശം ലാൻഡ് ലോക്ക്ഡാണെന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സഹായം നൽകാമെന്നുമൊക്കെ ചൈനയിൽ പോയി ഷീ ജിൻപിങ്ങിനോട് ഈ യൂനിസ് പറഞ്ഞിരുന്നു.
എന്നിട്ട് പറഞ്ഞു അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാം, കൂടാതെ നിങ്ങൾക്ക് അവിടെ ഒരു എയർബേസ് തരാം. ഇതേ കാര്യം തന്നെ അമേരിക്കയോടും പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ഒരു എയർബേസ് അല്ലെ പോർട്ടൊക്കെ തരാം, അതിനുള്ള സാങ്കേതിക സഹായം തരാം. എന്തിനാണ് ഇത് പറയുന്നത്? ഒരു ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ ആക്രമണവുമായിട്ട് ബംഗ്ലാദേശ് ഇറങ്ങി പുറപ്പെട്ടാൽ അമേരിക്കയുടെ ചൈനയുടെയൊക്കെ പിന്തുണ വേണം. ഒപ്പം പാകിസ്ഥാൻ്റെ പിന്തുണ അവർ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലായിരുന്നു ഇന്ത്യ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിരുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയെ നമ്മൾ അത്ര കാര്യമായി പരിഗണിച്ചു വരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ത്യക്കെതിരെ ഏതെങ്കിലും സാഹചര്യത്തിൽ ചൈനയോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ഒക്കെ ഒരുമിച്ച് യുദ്ധത്തിന് വന്നാൽ പോലും പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. ഇപ്പം ദ്വിമുഖ എതിരാളികളല്ല, 3 രാജ്യങ്ങൾ ഒരേപോലെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കണം. ഇതാണ് മുഹമ്മദ് യൂനിസിൻ്റെ ആവശ്യം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ സൈനികപരമായി സാമ്പത്തികപരമായിട്ടൊക്കെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ വളർച്ച ഇഷ്ടപ്പെടാത്ത ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ ഇപ്പോൾ ബംഗ്ലാദേശിനെ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പം ലാൻഡ് ലോക്ക്ഡായ പ്രദേശത്ത് ഞങ്ങൾ എല്ലാ സഹായം ചെയ്തു തരാം, ഷീ ജിൻപിങ്ങിൻ്റെ സൈന്യം വന്ന് ഞങ്ങളെ ഒന്ന് സഹായിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചൈന കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതാണ്. റഷ്യയുടെ സഹായമൊന്നും വലുതായിട്ട് ഇപ്പോൾ ചൈനയ്ക്ക് കിട്ടുന്നില്ല. അമേരിക്ക ഇന്നല്ലെങ്കിൽ നാളെ ചൈനയ്ക്ക് പണി കൊടുക്കുകയാണെങ്കിൽ ഏഷ്യയിൽ നിന്ന് അവരെ സഹായിക്കാൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമാക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമവും ചൈന നടത്തുന്നുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യയെ കണ്ടുകൂടാ എന്നുള്ള രീതിയിലേക്ക് ആക്കണം. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യമാണ്. അതുപോലെ അവിടെ ഭരണകൂട അട്ടിമറി നടത്തിയ വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യ വിരുദ്ധരായ കുറേ അധികം ആളുകൾ ബംഗ്ലാദേശിലുണ്ട്. നമുക്കറിയാം ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ നടക്കുമ്പോൾ പണ്ട് കാലത്ത് നമ്മളിപ്പം ബംഗ്ലാദേശ് ഇപ്പം സെമിയിലോ ഒക്കെ എത്തിച്ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല മത്സരം ഓസ്ട്രേലിയക്കെതിരെയോ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയോ ഒക്കെ കളിക്കുകയാണെങ്കിൽ നമ്മളൊരു ബംഗ്ലാദേശ് പക്ഷം പിടിക്കും. നമ്മൾ ആ ബംഗ്ലാദേശ് ടൈഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പക്ഷം പിടിക്കും. കാരണം അവരോട് നമുക്ക് കുറച്ച് അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ബംഗ്ലാദേശ് ഇന്ത്യയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണ് ശത്രു രാജ്യങ്ങളെ പോലെ കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്നത്, അതുപോലെ തന്നെ ബംഗ്ലാദേശും ഇന്ത്യയും തന്നെ ക്രിക്കറ്റ് മത്സരങ്ങളിലും ഏറ്റുമുട്ടാൻ തുടങ്ങി. അതായത് ഹിന്ദു വിരുദ്ധ നിലപാട്, ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ മുഴുവൻ ഒന്നിച്ചു കൂട്ടാൻ ബംഗ്ലാദേശിലെ തീവ്ര നിലപാടുള്ള ഒരു കൂട്ടം ആളുകൾക്ക് കഴിഞ്ഞു. ആ നിലപാടുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനും അവർക്ക് സാധിച്ചു. അങ്ങനെ അവരുടെ എല്ലാം തന്നെ മുന്നിൽ ഒരു വലിയ ശത്രുവായിട്ട് ഇന്ത്യ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷേഖ് ഹസീന സർക്കാരിന് എല്ലായ്പ്പോഴും പിന്തുണ നൽകുന്നത് ഇന്ത്യയാണെന്നും ഇന്ത്യ അതുപയോഗിച്ച് പല കാര്യങ്ങളും അനധികൃതമായി നേടിയെടുക്കുന്നു എന്നുമൊക്കെയാണ് ഇവർ പറയുന്നത്. ഇന്ത്യ പക്ഷേ ഒന്നും മിണ്ടാൻ പോകുന്നില്ല. കാരണം ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ പ്രതികരിക്കുകയുള്ളൂ. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തന്നെ ഈ ഇസ്രയേലിനെതിരായ നിലപാട് കൊണ്ട് ബംഗ്ലാദേശിനെതിരായിട്ടുണ്ട്. മുമ്പേ മുഹമ്മദ് യൂനിസ് സർക്കാരിനെ കണ്ടുകൂടാം. ബെഞ്ചമിൻ നെതന്യാഹുവും ഈ ഒരു പാസ്പോർട്ടിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയത്തില്ല. കാരണം ലോകത്ത് ഏത് രാജ്യത്തും ബംഗ്ലാദേശികൾക്ക് പോകാം, പക്ഷേ ജൂതന്മാരുടെ രാജ്യത്ത് പോകണ്ട. അപ്പം നേരത്തെ ഈ ഷേഖ് ഹസീനയുടെ സർക്കാർ പുറത്തു പോകുന്ന ആ കാലഘട്ടത്തിന് മുമ്പ്, അതായത് അവരുടെ ഭരണകൂടത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ പറയുന്ന എക്സെപ്റ്റ് ഇസ്രയേൽ എന്ന് പറയുന്ന ഭാഗം ഈ പാസ്പോർട്ടിൽ നിന്നൊക്കെ എടുത്തു മാറ്റിയിരുന്നു. എന്ന് വെച്ചാൽ ഈ ആഗോളതലത്തിലുള്ള ഒരു നിലവാരം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാസ്പോർട്ടിൽ നിന്ന് ഈ വാചകങ്ങൾ എടുത്തു മാറ്റിയത്. ഇതാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത്. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലൊഴിച്ച് മറ്റേത് രാജ്യത്ത് വേണമെങ്കിലും ബംഗ്ലാദേശി പൗരന്മാർക്ക് പോകാം. ഇത് സ്വാഭാവികമായും ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ബംഗ്ലാദേശ് ഒരു സന്നാഹമൊക്കെ ഒരുക്കിക്കൊണ്ട് നമ്മളെ നേരിടാൻ വന്നാൽ അതിനെ നേരിടാനുള്ള അല്ലെ അതിനെ എതിർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, കടൽ മാർഗ്ഗമാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മുടെ വെസ്റ്റേൺ കമാൻഡ്, ഈസ്റ്റേൺ കമാൻഡിനെയൊക്കെ വിന്യസിപ്പിക്കും. അതുപോലെ നമ്മുടെ യുദ്ധവിമാനങ്ങളൊക്കെ വരും. മാത്രമല്ല ഈ ഭാഗത്ത് 10-15 ദിവസം കൊണ്ട് യുദ്ധം ചെയ്ത് ബംഗ്ലാദേശിനെ നിലംപരിശാക്കാം. മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ കയ്യിലുള്ള ചിറ്റഗോങ് എന്ന് പറയുന്ന മേഖലയുണ്ട്, അതായത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. ഇത് നമ്മൾ പിടിച്ചെടുത്തിട്ട് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി ഇടനാഴി നമ്മളങ്ങ് വിസ്തൃതമാക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശാലമായ സ്ഥലങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്. അതവർ മനസ്സിലാക്കുന്നില്ല. മുമ്പ് മാലിദ്വീപ് നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇന്ത്യക്കെതിരായി ചില നിലപാടുകളൊക്കെ സ്വീകരിക്കുകയും വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു. ഒടുവിൽ ഇന്ത്യയുടെ കാലിൽ വീഴേണ്ട ഗതികേടുണ്ടായി. ഇന്ത്യയിൽ വന്ന് മണിക്കൂറുകൾ കാത്തിരുന്ന് മോദിയെ കണ്ടു. അതേപോലൊരു ഗതികേടിലേക്കാണ് ബംഗ്ലാദേശും പതിയെ നീങ്ങുന്നത്. അതായത് നിലവിൽ
അവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല, സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നു, തൊഴിലില്ലായ്മ, ഇതെല്ലാം കൊണ്ട് പട്ടിണിയിലായ ബംഗ്ലാദേശ് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കാലിൽ ബംഗ്ലാദേശിനെ വീഴ്ത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ ലോക രാജ്യങ്ങൾ തന്നെ ബംഗ്ലാദേശിനെതിരെ ഒരുപക്ഷെ ഉപരോധം ഏർപ്പെടുത്തിയേക്കാം. മാത്രമല്ല ചില ഇസ്ലാമിക് രാജ്യങ്ങളായ ഖത്തർ, തുർക്കി, അതുപോലെ തന്നെ അതുപോലെയുള്ള മുസ്ലിം രാജ്യങ്ങൾ, അത് മാത്രമേ ചിലപ്പോൾ ഒരുപക്ഷെ അവരെ സഹായിക്കൂ. എന്തിന് അറബ് രാജ്യങ്ങൾ പോലും ബംഗ്ലാദേശിനെതിരായിട്ടുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്. എന്തു പറഞ്ഞാലും ഇപ്പോൾ ഈ പാസ്പോർട്ടിൽ ഇസ്രയേലിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ബംഗ്ലാദേശിൻ്റെ നീക്കം ഒരു ഗുരുതരമായ തിരിച്ചടിക്കുള്ള ഒരു സാധ്യതയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇന്ത്യയെ നമ്പർ 1 ശത്രുവാക്കുന്നു, അത് കുഴപ്പമില്ല. പക്ഷേ ഇസ്രയേലിനെ കൂടെ ശത്രുപക്ഷത്ത് നിർത്തിയപ്പോൾ ഒരേ സമയം നെതന്യാഹുവിൻ്റെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെയും കണ്ണിലെ കരടായിട്ട് ഇപ്പം ബംഗ്ലാദേശ് മാറിയിരിക്കുകയാണ്. വേണമെങ്കിൽ കൂടുതൽ കളിച്ചാൽ ഈ പറയുന്ന 7 സിസ്റ്റേഴ്സിനെയൊക്കെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറയുന്ന ബംഗ്ലാദേശിനെ നമ്മൾ പിടിച്ചെടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറും. മാത്രമല്ല വാക്കറുസ്സമാൻ എന്ന് പറയുന്ന അവിടുത്തെ സൈന്യാധിപനുണ്ട്. ഈ സൈന്യാധിപനും യൂനിസ് ഭരണകൂടവുമായിട്ട് അത്ര നല്ല ടേംസിലല്ല. ഷേഖ് ഹസീന എന്ന് പറയുന്ന പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രിയുടെ ബന്ധു കൂടിയാണ്. അതുകൊണ്ട് വാക്കറുസ്സമാൻ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയും ഷേഖ് ഹസീനയെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ ഈ പറയുന്ന പദ്ധതികളെല്ലാം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ വിദ്യാർത്ഥി സംഘടനയുടെ ഇതെല്ലാം തന്നെ പൊളിഞ്ഞു പോകും. മാത്രമല്ല മുഹമ്മദ് യൂനിസിനെ ഒരുപക്ഷെ തടവറയിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വളരെ തന്ത്രപരമായി നയപരമായ നിലപാടുകളായിരിക്കും ഇന്ത്യ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ ധാക്കയിൽ 1,00,000 പേര് ഒന്നിച്ചുകൂടി ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം നടത്തിയതൊന്നും തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. മാത്രമല്ല നെതന്യാഹുവിൻ്റെയും മോദിയുടെയും ട്രംപിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വലിച്ചു കീറി ഗ്ലാസുകളൊക്കെ പൊട്ടിച്ചു, അവരുടെ പടങ്ങൾ നശിപ്പിച്ചു. വളരെ പ്രകോപനപരമായ നിലപാട് ബംഗ്ലാദേശ് എടുക്കുന്നു. ഇതൊക്കെ എടുക്കുന്നത് ചൈനയുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരുന്നു. പാകിസ്ഥാനും അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതി. നിലവിൽ ചൈന തന്നെ അമേരിക്കയെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ ഉഴലുകയാണ്. അങ്ങനെയുള്ള ചൈന ഒരു കാരണവശാലും ഇന്ത്യക്കെതിരെ നിൽക്കുകയില്ല. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള നിലപാടുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി. മാത്രമല്ല ഇന്ത്യയിൽ വേണമെങ്കിൽ $1 ബില്യൺ നിക്ഷേപം നടത്താൻ വരെ തയ്യാറായിട്ട് ചൈന നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് വലിയൊരു അവിവേകം കാണിച്ചു എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പാസ്പോർട്ടിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തതോടുകൂടി ഇസ്രയേൽ ഇവരുടെ ശത്രുവായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞാലോ ഇസ്രയേലിനെ ഒന്ന് ചൊറിഞ്ഞാലോ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് ചേർന്ന് ബംഗ്ലാദേശിന് ഒരു അടി കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നമ്മളെ വെറുതെ വന്നൊന്ന് ചൊറിഞ്ഞു നോക്കിയാൽ പോലും നമ്മൾ തിരിച്ച് മാന്തി വിടുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് യുദ്ധത്തോട് താല്പര്യമില്ലാത്ത ഇന്ത്യയോട് കളിക്കാനായിട്ട് ബംഗ്ലാദേശ് വരരുതായിരുന്നു. ഇസ്രയേലിനെ കൂടി പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപും തൻ്റെ നിലപാട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിന് ഇന്നല്ലെങ്കിൽ നാളെ വലിയ തിരിച്ചടി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.